എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. 5 കോടി രൂപ വിലയുള്ള ബംഗ്ലാവിലോട്ട് ശ്രുതിയും രവീന്ദ്രനും ചന്ദ്രമതി ഉൾപ്പെടെ എല്ലാവരും കൂടി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വീട്ടിലോട്ട് താമസിക്കാൻ വരികയാണ്. വീടിൻ്റെ സൗന്ദര്യം കണ്ട് ചന്ദ്രമതിയൊക്കെ മതിമറന്ന് നിൽക്കുകയാണ്. ഇത്രയും വലിയ വീടൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് വീട് കാണുന്നതാണുള്ള വെപ്രാളമാണ് ചന്ദ്രമതിക്ക്. ചന്ദ്രമതിയുടെ ഈ വെപ്രാളം കാണുമ്പോൾ വർഷ ചോദിക്കും, ആൻറ്റി ഇതേ കണക്കുള്ള ഇത്രയും വലിയ വീടൊന്നും ജീവിതത്തിൽ ഇതു മുമ്പ് കണ്ടില്ലെന്ന് തോന്നുന്നു ശ്രീകാന്തി എന്നൊക്കെ പറയും. അതിനുശേഷം വിശ്വനാഥന് 30 ലക്ഷം രൂപ ശ്രുതിയും ചേർന്ന് കൈമാറുകയാണ്. അതിനുശേഷം താക്കോൽ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതിപ്പം 30 ലക്ഷം രൂപ നിങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് 2 ദിവസം ഇവിടെ താമസിക്കാം. അതിനുശേഷം ബാക്കി തുക എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഏൽപ്പിക്കണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വീട് കൈമാറ്റം ചെയ്യുമെന്ന് പറയും. എന്നിട്ട് ആ പൈസയും കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രേമയും വിശ്വനാഥനും കൂടി പോവുകയാണ്. ആ സമയത്താണ് സച്ചിയും രേവതിയും കൂടി കാറിലോട്ട് വരുന്ന സമയത്ത് അവിടെ വെച്ച് അവരുടെ ഡ്രൈവറുമായിട്ട് ഇവർ തമ്മിൽ ഒന്ന് ക്ലാഷ് ആവും. ആ സമയത്ത് സച്ചി ഡ്രൈവറോട് ദേഷ്യപ്പെടുകയാണ്. കാരണം അയാളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് വണ്ടി ഇടിക്കാൻ വരുന്നത്. അപ്പോഴത്തേക്ക് വിശ്വനാഥന് അപകടം മനസ്സിലാവും. വിശ്വനാഥൻ പറയും, സോറി സാറേ, ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയും. ഇവരുടെ ശബ്ദം കേട്ടുകൊണ്ട് ചന്ദ്രമതിയും സച്ചിയൊക്കെ ഇറങ്ങി വരികയാണ്. ശ്രുതി ചോദിക്കും, നീ എന്താ സച്ചി കാണിക്കുന്നത്, ഇതാരാന്നറിയാവോ? അയാൾ ആരാൻ എനിക്കെന്താ, ഇതാണ് വിശ്വനാഥൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങിയെന്നൊക്കെ പറയും. ഉടനെ പറയും, അയാളുടെ കയ്യിൽ നിന്നോ? എന്തോ അയാളെ കണ്ട് എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു. എന്ത് സംശയം? അല്ല, അയാളുടെ ഒരു പതർച്ചയും വെപ്രാളവും പെട്ടെന്ന് കാശും കൊണ്ട് പോകുന്നതാണ്. അത് അവർക്ക് ദുബായ് പോകാനായിട്ട് അവർ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അതാ അവരുടെ വെപ്രാളം. എടാ, അതല്ല ഞാൻ പറയുന്നത്. അയാൾക്ക് എന്തോ ഒരു എനിക്ക് അയാളെ കണ്ടിട്ട് എന്തോ ഒരു സംശയം പോലെ തോന്നുന്നു. അത് മാത്രമല്ല, അയാളുടെ പെരുമാറ്റത്തിലും എന്തൊക്കെയോ എന്നുണ്ടെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, നിനക്കല്ലെങ്കിലും എല്ലാവരും സംശയം ഞാൻ 5 കോടി വിലയുള്ള ബംഗ്ലാവ് വാങ്ങിയതിൻ്റെ അസൂയാന്ന് പറയും. അസൂയല്ലടാ, അയാൾ നിനക്ക് 5 കോടി രൂപ വിലയുള്ള ബംഗ്ലാവ് 3 കോടി രൂപയ്ക്ക് തന്നു. ഇപ്പോൾ തന്നെ 30 ലക്ഷം രൂപ തന്നതിന് ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി താമസിപ്പിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. വേണ്ട, നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരും. അയാളെ കണ്ടാലേ അറിയാം അയാളൊരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ ചന്ദ്രയും ശ്രുതിയെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. പിന്നെ രേവതി പറയും, സച്ചേട്ടനൊന്നും പറയണ്ട, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അസൂയാന്ന് കരുതും. അങ്ങനെ എല്ലാവരും കൂടി അങ്ങ് വീട്ടിനകത്തോട്ട് വരികയാണ്. ആ സമയത്ത് രേവതിയെ കണ്ടാൽ പറയും, രേവതി നീ ഇപ്പോൾ എല്ലാവർക്കും കോഫി എടുത്തുകൊണ്ടിരാൻ പറയും. അപ്പോഴത്തേക്ക് വർഷ പറയും, അതിന് രേവതി ചേച്ചി എന്തിനാണ് കോഫി എടുക്കുന്നത്, ഇത് നമ്മുടെ വീടല്ലല്ലോ എന്ന് പറയും. അതിനെന്താ അവൾ കോഫി ഇട്ടെന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഉടനെ പറയാം, അത് ആൻറ്റി ഇവിടെ ഇരിക്കുന്ന പാലെല്ലാം പഴയ സാധനങ്ങളാണ്, പുതിയ ഫ്രഷ് സാധനം വാങ്ങിച്ചില്ലെങ്കിൽ മിക്കവാറും ചായ ആയിരിക്കത്തില്ല, തൈരായിരിക്കും എല്ലാവരും കുടിക്കണേന്ന് പറയും. ഉടനെ ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട് പറയും, ഞാൻ പോയി ഫ്രഷ് പാല് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അത് മാത്രമല്ല അമ്മ, ഇപ്പോൾ ഇങ്ങോട്ട് ന്യൂമറോളജിസ്റ്റ് വരുമെന്ന് പറയും. അതാരാ എന്ന് സച്ചി ചോദിക്കും. ഉടനെ ചന്ദ്രമതി പറയും, ഓ അതൊന്നും അവൻ അറിയത്തില്ലല്ലോ, ന്യൂമറോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിടുന്ന ആളാന്ന് പറയും. പേരിടുന്ന ആളോ? അതെ, വീട്ടിൽ നല്ലൊരു പുതിയ പേരിടണം എന്നൊക്കെ പറയും. അപ്പം സച്ചി പറയും, എന്നാലും എന്തോ എനിക്കൊരു സംശയം എന്ന് പറയും. നീ കൂടുതൽ സംശയം കണ്ടെന്ന് പറയും. അങ്ങനെ അയാൾ പോയി വീട് ന്യൂമറോളജിസ്റ്റിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. അതിനുശേഷം ബംഗ്ലാവിലെ ലൈറ്റെല്ലാം ഇങ്ങനെ മിന്നി കത്തിയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്ക് തന്നെ ശ്രുതി പറയും, ഇതെന്താ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിയണം ചെയ്യുന്നത്? ഉടനെ സച്ചി പറയും, വല്ല പ്രേതബാധയും കാണും. പ്രേതബാധയോ? എനിക്ക് അന്ന് തൊട്ടേ സംശയമുണ്ട് ഈ ബംഗ്ലാവിൻ്റെ കാര്യത്തിൽ. ഇത്രയും വലിയ ബംഗ്ലാവല്ലേ, നിനക്ക് 3 കോടി രൂപയ്ക്ക് തന്ന അയാൾ നിന്നെ പറ്റിച്ചായിരിക്കും, പ്രേതബാധയുള്ള വീട് വല്ലതും ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് പേടിക്കും, പ്രേതബാധയോ? കാരണം ലൈറ്റെല്ലാം ഇങ്ങനെ മിന്നി കത്തുകയാണ്, ചിലപ്പോൾ അങ്ങ് ഓഫായി പോകും. ഉടനെ എല്ലാവർക്കും ഒരു പേടി. ഉടനെ പറയും, നമുക്ക് എത്രയും വേണ്ടത് ഒരു മന്ത്രവാദിയെ കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ പോയി ഒരു മന്ത്രവാദിയെ കൊണ്ടുവരും. അങ്ങനെ മന്ത്രവാദി പറയും, മന്ത്രവാദി ഈ വീട്ടിൽ ലൈറ്റെല്ലാം ഇങ്ങനെ കത്തുന്നു എന്നൊക്കെ പറയും. ഓ അതാണോ, പ്രേതമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറയും. ശരി, നമുക്കിപ്പം തന്നെ കണ്ടുപിടിക്കാമെന്ന് പറയും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഹോളിലെ ലൈറ്റുകളെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ ലൈറ്റും കത്തിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ലൈറ്റെല്ലാം ഓഫായിട്ട് കത്തുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ലൈറ്റ് അങ്ങ് അണഞ്ഞു പോകുമെന്ന് പറയും. ഉടനെ പറയും, അങ്ങനെ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് പിന്നെയും ലൈറ്റിങ്ങനെ മിന്നി കത്തുകയാണ്. അപ്പോൾ പ്രേതമുണ്ട് എന്ന് പറയും. നിങ്ങളെല്ലാവരും കണ്ണടച്ച് നല്ലോണം പ്രാർത്ഥിക്കാൻ പറയും. അപ്പോഴത്തേക്ക് എല്ലാവരും പ്രാർത്ഥിക്കാനൊക്കെ പറയുന്ന സമയത്ത് സച്ചിക്ക് അതിലൊന്നും വിശ്വാസമില്ല. സച്ചി ഇങ്ങനെ പതുക്കെ രവീന്ദ്രൻ പറയും, അത് ഈ നല്ലോണം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ സച്ചി ഇങ്ങനെ ഇടക്കണിട്ട് നോക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ സച്ചി തന്നെ ഇവർക്കിട്ട് പണി കൊടുത്തതാണ്. അതിനുശേഷം പതുക്കെ കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് മിന്നുന്ന ലൈറ്റെല്ലാം നല്ല വൃത്തിയായിട്ടാൻ കത്തും. അപ്പോഴത്തേക്ക് മന്ത്രഭദ്രക്കായിരിക്കുന്ന ലൈറ്റും കാണും. ചോദിക്കും, പ്രേതമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. സംഭവം എന്തുവാ, സച്ചി പുറത്ത് പോയി മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തതാണ്. കുറച്ച് കഴിയുമ്പോൾ മെയിൻ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ലൈറ്റെല്ലാം കത്തും. എടാ നീ എന്തോ ചെയ്തതെന്ന് ചോദിക്കും. അതോ, ഞാൻ ചുമ്മാ ഒരു തമാശ കാണിച്ചതെന്ന് പറയും. വെറുതെ പ്രേതം ഉണ്ടെന്ന് നീ ഞങ്ങളെ പേടിപ്പിച്ചാണോ എന്ന് ചോദിക്കും. നീലേ പറഞ്ഞാൽ നിനക്ക് ഭയങ്കര ധൈര്യമാണെന്ന്, പ്രേതമൊന്നും ഇല്ലെന്നൊക്കെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷയാണെന്ന് പറയും. അങ്ങനെ മന്ത്രവാദിയെടുത്ത് പറയും, ശരി എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ
ഫീസ് തരാൻ പറയും. ഉടനെ പറയും ഫീസ് എത്ര രൂപ? അതൊരു 12,000 രൂപ എന്ന് പറയും. 12,000 രൂപയോ? അതെന്തോ സ്വാമി, പ്രേതം ഇല്ലല്ലോ, പിന്നെ എന്തിനാ 12,000 രൂപ? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഡോക്ടറെ കണ്ട് ഫീസ് കൊടുക്കത്തില്ലേ എന്ന് ചോദിക്കും. എനിക്ക് 12,000 രൂപ തരണമെന്ന് പറയും. കുറച്ചെന്തെങ്കിലും കുറയ്ക്കും സ്വാമി. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരു പ്രേതത്തിന് ഇവിടെ ആക്കിയിട്ട് പോകാം, എന്നിട്ട് തിരിച്ച് നാളെ വന്ന് പ്രേതത്തെ ഒഴിപ്പിക്കാം, ഇപ്പോൾ നിങ്ങൾ കാശ് തന്നാൽ മതി. അയ്യോ സ്വാമി അങ്ങനൊന്നും പറയല്ലേ, കാശ് തരാമെന്ന് പറയും. അങ്ങനെ 12,000 രൂപ അങ്ങ് സ്വാമിക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ശ്രുതിയും കൂടി ചേർന്നിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം 2 കോടി രൂപയും കൂടി ഇനി വേണം. മൊത്തം 5 കോടി രൂപ പറഞ്ഞ ബംഗ്ലാവാണ്. അപ്പോൾ അതൊരു 3 കോടി രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. 3 കോടിയിൽ ഇപ്പം 30 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ. ഇനി 2 കോടി 70 ലക്ഷം രൂപയും കൂടി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണം. അങ്ങനെ അവർ ബാങ്കിലൊക്കെ ലോണിന് അപ്ലൈ ചെയ്യും. ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ ടീം വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നതിന് ശേഷം ലോണിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. വീടിനും ഈ ബംഗ്ലാവിന് മാക്സിമം കിട്ടാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 2 കോടി രൂപയാണെന്ന് പറയും. 2 കോടിയോ? അയ്യോ സാറേ അത് വളരെ കുറവാണ്, ഞങ്ങൾക്കൊരു 2 കോടി 70 ലക്ഷം രൂപയെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് വളരെ കൂടുതലാണെന്ന് പറയും. സാറേ പ്ലീസ് എന്ന് പറയും. ശരി, നിങ്ങൾ കൂടുതൽ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു 2 കോടി 20 ലക്ഷം തരാമെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും അയ്യോ അപ്പോൾ ബാക്കിയോ? ബാക്കി നിങ്ങൾ എവിടെന്നെങ്കിലും ഒപ്പിക്കണമെന്ന് പറയും. അങ്ങനെ ആ 2 കോടി 20 ലക്ഷം രൂപയ്ക്ക് അത് ഉറപ്പിക്കും. അതിനുശേഷം ബാക്കി തുക കൊടുക്കണമല്ലോ. അങ്ങനെ ഇവരതിനെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ശ്രുതിയും പറയും എന്ത് ചെയ്യും, ബാക്കി കാശ് നമ്മൾ എങ്ങനെ ഒപ്പിക്കുമെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയും. അങ്ങനെ രവീന്ദ്രനെ കാണാനായിട്ട് ശ്രുതി ഹാളിലോട്ട് വരും. എനിക്ക് അച്ഛനോടൊരു രഹസ്യം പറയാനുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് നിൽക്കാൻ പറയും. ഉടനെ രവീന്ദ്രൻ പറയും നിനക്ക് എന്നോട് മാത്രം എന്ത് രഹസ്യം പറയാനായിട്ട്, പറയുന്നെങ്കിൽ എല്ലാവരും കേൾക്കെ പറഞ്ഞാൽ മതി, അങ്ങനെ രഹസ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ലോ എന്ന് പറയും. ഇതെനിക്ക് അച്ഛനോട് മാത്രം പറയാനുള്ളത്, അതാണ് എല്ലാവരും കേട്ടപ്പോൾ വീട്ടിൽ അംഗങ്ങൾ ഒളിച്ചു നോക്കേണ്ട രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അത് ഞങ്ങൾക്കിപ്പം മൊത്തം 3 കോടി രൂപയാണ് ഞങ്ങൾക്ക് വീടിന് ആയത്. അപ്പോൾ അതിനകത്ത് 30 ലക്ഷം രൂപ ഞങ്ങൾ വിശ്വനാഥ് സാറിന് കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി 2 കോടി 70 ലക്ഷം രൂപ ഞങ്ങൾ സാറിന് കൊടുക്കണം. അപ്പം ഞങ്ങൾക്ക് 2 കോടി 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ചിട്ടുള്ളത് പറയും. എനിക്ക് പൈസ കൊടുക്കുക, അച്ഛനെ എന്നെ സഹായിക്കണം. ഞാനെങ്ങനെ സഹായിക്കാനാണ്? അത് നമ്മുടെ വീട്ടിൽ എനിക്കൊരു ഷെയർ ഇല്ലേ, ആ ഷെയർ അച്ഛനെ എനിക്ക് തരണം, എങ്കിലും ഞങ്ങൾക്ക് വിശ്വനാഥ് സാറിന് ബാലൻസ് കാശ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് പെട്ടെന്ന് നിൻ്റെ ഷെയർ തരണമെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. വീട്ടിലെ ഷെയർ ശ്രുതി ആവശ്യപ്പെട്ടപ്പോൾ, കാരണം ആ കാശ് കിട്ടിയെങ്കിൽ ശ്രുതിക്ക് ഇതിനകത്ത് ചേർത്ത് മുഴുവൻ തുകയായിട്ട് 3 കോടി രൂപയായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഉടനെ അതിനെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അവർ തീരുമാനിച്ച കണക്ക് 3 കോടി രൂപ കൊടുക്കാൻ വേണ്ടി ശ്രുതിയുടെ ഷെയർ വീട്ടിൽ നിന്ന് കൊടുക്കുമോ, അതോ ലോൺ വെച്ച് തന്നെ ശ്രുതി മൊത്തം പൈസ വിശ്വനാഥിന് കൊടുക്കുമോ, അതിൻ്റെയൊക്കെ വലിയ വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസം അറിയാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.